എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ അംഗം അട്ടഹാസം സിനിമാ ടീമിൻ്റെ നമസ്കാരം. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്. മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. എടാ മാധവ് സുരേഷേ, എന്താ നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് വീട്ടിയത് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ചു പറയടാ. പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പൻ മാമ. നിന്റെ അച്ഛന്റെ തങ്കോ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? അതാണോ ഉദ്ദേശിച്ചത്? നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉളുപ്പിടറാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയുന്നേ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പട്ടികളെ. നമ്പൂരിശ നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി. അല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഈ കാശ് വാങ്ങി ചെയ്യുന്ന പരിപാടി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഹരി നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. അപ്പൊ ഇത്രയും തെളിവോടെ നമ്പേഴ്സ് വരെ വെച്ച് പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അന്ന് അടി വന്നപ്പോൾ ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. തെളിവുണ്ടായിട്ടും ഞാൻ അടിസ്ഥാനപരമായിട്ട് പറയുന്നില്ല. ദിസ് ഫീൽസ് പ്ലാൻ അത്രേ ഉള്ളൂ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തി. They make more money than me. So എന്ത് ചെയ്യാനാ? അതാ നിന്റെ വിഷമം. നല്ല മൊയ്താന്നല്ല. ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. പരമനാറി വല്ലാണ്ട് ഊമ്പണ്ട. എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്ന് ഊമ്പ. മാധവ് എന്റെ അടുത്താണ് പറയുന്നത്, മാധവ് സുരേഷിനോട്. ഒരു കാര്യം ചെയ്യാം, വോട്ട് രാവിലെ വരാം. ദിവിലെ ദതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും